നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആന്റി ഏജിങ് പാർട്ട് 2 ആണ്. അതായത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രായം കുറച്ചു തോന്നിക്കാം, യൗവനം നമുക്ക് എങ്ങനെ നിലനിർത്താം എന്നുള്ള സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടില്ല, നിങ്ങൾ ആ വീഡിയോ കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ ആ വീഡിയോ ആദ്യം കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആന്റി ഏജിങ്ങിന്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പോണന്റ് ആണ്. അതാണ് നമ്മുടെ റെറ്റിനോൾ എന്ന് പറയുന്നത്. ഈ റെറ്റിനോൾ ആർക്കൊക്കെ യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, മാത്രമല്ല നമുക്ക് പ്രായം കുറയ്ക്കാനായിട്ട് ഈ റെറ്റിനോൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഈ റെറ്റിനോൾ എങ്ങനെയൊക്കെ അളവിൽ നമ്മൾ ഉപയോഗിക്കണം, മാത്രമല്ല ഈ റെറ്റിനോൾ ആർക്കൊക്കെയാണ് യൂസ് ചെയ്തുകൂടാത്തത്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ഒരുപാടധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. മാത്രമല്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇന്ന് ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഏജിങ് എന്ന് പറയുമ്പോൾ. 25 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏജിങ് വളരെയധികം പ്രോമിനന്റ് ആയിട്ട് ഇപ്പൊ തുടങ്ങും. ഏജിങ് സ്റ്റാർട്ട് ആവുന്നത് 22 വയസ്സാകുമ്പോൾ തന്നെ ഏജിങ് നല്ല രീതിക്ക് സ്റ്റാർട്ട് ആവുകയും ഒരു നല്ല പ്രോമിനൻസ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ വരുന്നത് ഒരു 25, അതായത് 25 വയസ്സ് കഴിയുമ്പോഴാണ്. അപ്പോ ഒരു 22 വയസ്സ് കഴിയുന്ന, അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 25 വയസ്സ് കഴിയുന്ന ആൾക്കാര് ആന്റി ഏജിങ് ട്രീറ്റ്മെന്റ്സ് ചെയ്യുക, അല്ലെങ്കിൽ ആന്റി ഏജിങ് മെത്തേഡ്സ് ചെയ്യുക. അപ്പൊ ആന്റി ഏജിങ് മെത്തേഡ്സിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ടും ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് റെറ്റിനോൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുക. അപ്പൊ റെറ്റിനോൾ ഉൾപ്പെടുത്താൻ പറയുമ്പോൾ ഞാൻ ആക്ച്വലി 3 കാര്യമേ നിങ്ങളോട്, എല്ലാ ആൾക്കാരോടും ഞാൻ 3 കാര്യമേ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് പറയത്തുള്ളൂ. അത് ഒന്നാണ് റെറ്റിനോൾ, 2 സൺസ്ക്രീൻ, 3 മോയ്സ്ചറൈസർ. നിങ്ങളിപ്പോ ഒരുപാടധികം കെമിക്കൽസ്, ഒരുപാടധികം ക്രീംസ് ഒക്കെ ചെന്നിട്ട് നിങ്ങൾ ഒരുപാടധികം പൈസക്ക് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് 3 കമ്പണീസ് നിങ്ങൾ യൂസ് ചെയ്താൽ, 1 റെറ്റിനോൾ, 1 മോയ്സ്ചറൈസർ, 3 സൺസ്ക്രീൻ. ഇത് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് നല്ല രീതിയിൽ യുവത്വം നിങ്ങൾക്ക് നിലനിർത്താനായിട്ട് പറ്റും. അപ്പൊ റെറ്റിനോൾ ആക്ച്വലി എന്താണ്? റെറ്റിനോൾ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ എ, അതായത് ഫാറ്റ് സോലബിൾ വൈറ്റമിൻ എയുടെ ഒരു ഡെറിവേറ്റീവ് ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ റെറ്റിനോൾ നമ്മുടെ സ്കിന്നിന് എങ്ങനെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്? ആക്ച്വലി നമ്മൾ പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ ഏജിങ് നമുക്ക് ഉണ്ടാകുമ്പോൾ വാട്ട് ഹാപ്പൻസ്, നമ്മുടെ സ്കിന്നിന്റെ അകത്ത് നമുക്കറിയാം നമ്മുടെ സ്കിൻ ഉണ്ടാക്കിയിരിക്കുന്നത് കൊളാജനും എലാസ്റ്റിനും കൊണ്ടാണ്. അപ്പൊ ഈ കൊളാജൻ എന്നും ഇലാസ്റ്റിൻ എന്ന് പറയുന്ന ഈ 2 കോമ്പൗണ്ട്സ് ആണ് ആക്ച്വലി നമ്മുടെ സ്കിന്നിന് ഒരു ടെക്സ്ചറും, ഈ സ്കിന്നിന് നല്ലൊരു പ്ലംബി ലുക്കും, അതുപോലെ തന്നെ സ്കിന്നിന് നല്ല റിജിഡിറ്റിയും കൊടുക്കുന്നത്. അപ്പൊ പ്രായമാകുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാല് ഈ കൊളാജന്റെയും ഇലാസ്റ്റിന്റെയും സ്ട്രക്ചറിന് വളരെയധികം വ്യത്യാസം വരും. ഈ കൊളാജന്റെയും ഇലാസ്റ്റിന്റെയും സ്ട്രക്ചറിന് വ്യത്യാസം വരുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ നല്ല രീതിക്ക് മാറ്റം വരും. ഈ ടെക്സ്ചറിന് മാറ്റം വരുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് ലൂസ് ആവാൻ തുടങ്ങും, റിജിഡിറ്റി പോവും, പ്ലംബിനെസ് പോവും, ഫൈൻ ലൈൻസ് വരും, വ്രിങ്കിൾസ് വരും, ഓപ്പൺ പോൾസ് ഉണ്ടാവും. അപ്പോ ഈ റെറ്റിനോൾ എന്താണ് ചെയ്യുന്നത്? ഈ എലാസ്റ്റിനും കൊളാജനും ആക്ച്വലി പ്രായമാവും തോറും ഈ കൊളാജനും ഇലാസ്റ്റിനും വരുന്ന സ്ട്രക്ചറൽ ചേഞ്ചസിനെ നിർത്താനായിട്ട് സഹായിക്കുന്നു, അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ ഈ റെറ്റിനോൾ നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്കിൻ കെയറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി നമുക്ക് ആക്ച്വലി ഈ ഒരു കൊളാജനും ഇലാസ്റ്റിന്റെയും സ്ട്രക്ചറിന്റെ മാറ്റങ്ങൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു. പലയധികം ആൾക്കാർ വിചാരിക്കുന്ന ഒരു കാര്യം, സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യം സ്കിന്ന് വൈറ്റ് ആകുക അല്ലെങ്കിൽ വെളുത്തിരിക്കുകയാണ് ഏറ്റവും മെയിൻ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ നല്ലൊരു ഹെൽത്തി സ്കിൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഹെൽത്തി സ്കിൻ എന്ന് പറയുമ്പോൾ നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിൻ, അല്ലാതെ കളറിനല്ല ഒരിക്കലും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ നല്ലൊരു ടെക്സ്ചർ തരാനും, നല്ലൊരു പ്ലംബി ലുക്ക് തരാനും, ഒരു വ്രിങ്കിൾസും ഫൈൻ ലൈൻസ് ഒക്കെ മാറി, ഓപ്പൺ പോൾസ് ഒക്കെ മാറി, നല്ലൊരു ഈവൻ ടെക്സ്ചറും ഒരു ഫ്ലോലെസ് സ്കിൻ തരാനാണ് ഈ ഒരു ആക്ച്വലി റെറ്റിനോൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി റെറ്റിനോൾ നമ്മൾ ആർക്കൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്? ഒരിക്കലും 25-ന് താഴെ വയസ്സുള്ള ഒരാളും റെറ്റിനോൾ യൂസ് ചെയ്യരുത്. ഒരുപാടധികം കുട്ടികൾ ഇന്ന് ഈ പലതരത്തിലുള്ള അഡ്വർടൈസ്മെന്റ്സ് കണ്ടിട്ട് 18, 17 വയസ്സുള്ള കുട്ടികളൊക്കെ റെറ്റിനോൾ യൂസ് ചെയ്യും. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. 25 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ മാത്രം, അല്ലെങ്കിൽ 25 മുതൽ കഴിഞ്ഞ ആൾക്കാർ മാത്രം റെറ്റിനോൾ യൂസ് ചെയ്യുക. എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്? നിങ്ങൾ സ്റ്റാർട്ടേഴ്സ് ആണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് റെറ്റിനോൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 0.1 to 1% അകത്തുള്ള റെറ്റിനോൾസ് യൂസ് ചെയ്യാം. പലതരത്തിലുള്ള ബ്രാൻഡ്സ് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡ്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള, എനിക്ക് റിസൾട്ട്സ് കിട്ടിയ കുറച്ച് ബ്രാൻഡ്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്തേക്കാം. നിങ്ങൾ ആ പ്രോഡക്ട്സ് മേടിച്ച് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഒരുപാടധികം നല്ല റിസൾട്ട്സും മാത്രം ഒരുപാടധികം അഡൾട്രേഷൻ ഒന്നും ഇല്ലാതെ നല്ല റെറ്റിനോൾസ് ആണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ അത് യൂസ് ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? എത്രയാണ് ഇതിന്റെ ഫ്രീക്വൻസി? അതായത് 25 വയസ്സ് മുതൽ ഒരു 30 വയസ്സ് വരെയുള്ള ആൾക്കാർ നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? നിങ്ങൾ ആഴ്ചയിൽ ഒരു 1-2 തവണ നിങ്ങൾ യൂസ് ചെയ്യുക. അടുത്തതായിട്ട് 30 വയസ്സ് കഴിഞ്ഞ് 30-നും 40-നും ഇടയിലുള്ള ആൾക്കാർ ആഴ്ചയിൽ 3 തവണ യൂസ് ചെയ്യുക. 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ 6 മുതൽ 7 പ്രാവശ്യം വരെ ഒരാഴ്ചയിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ്.
അപ്പൊ ഇതാണ് ഇതിന്റെ ഡോസേജ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് സ്കിന്നിൽ നല്ല ഇറിറ്റേഷൻ ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ മെലാസ്മ പോലെയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്നെ പ്രോബ്ലംസ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നല്ല സെൻസിറ്റീവ് ആണ്, ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. റെറ്റിനോൾ വളരെയധികം കുറഞ്ഞ കോൺസെൻട്രേഷൻ, അതായത് 0.1% കോൺസെൻട്രേഷൻ നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങുക. ഒരു പാച്ച് ടെസ്റ്റ് നിങ്ങൾ ചെയ്യുക. പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്യുക. അങ്ങനെ ഒരു 4-5 ആഴ്ച നിങ്ങൾ ഒരു ദിവസം ആഴ്ചയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 2 ദിവസം ആക്കുക, 3 ദിവസം ആക്കുക. അങ്ങനെ നിങ്ങൾ ഇതിന്റെ ഡോസും ഫ്രീക്വൻസിയും ടേപ്പർ ചെയ്ത് കൊണ്ടുപോകുക. ഇനി ചില ആൾക്കാർ ഈ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ചെയ്യും, കെമിക്കൽ പീൽസ്, അതുപോലെ തന്നെ ഒരുപാടധികം രീതിയിലുള്ള ഫേഷ്യൽസ്, പലതരത്തിലുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് നിങ്ങൾ ചെയ്യും. നിങ്ങൾ ഇങ്ങനത്തെ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ ഒരു ട്രീറ്റ്മെന്റിന് ഒരു 2-3 ദിവസം മുന്നേയും, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസവും ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ റെറ്റിനോൾ യൂസ് ചെയ്യാതിരിക്കുക, അവോയ്ഡ് ചെയ്യുക. കാരണം ഇത് നമ്മുടെ സ്കിന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് വളരെയധികം സെൻസിറ്റീവ് ആവും. അതിന്റെ കൂടെ നമ്മൾ റെറ്റിനോളും കൂടി യൂസ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ സ്കിന്നിന് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കാനും മെലാസ്മയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും റെറ്റിനോൾ ഇട്ടിട്ട് നിങ്ങൾ വെയിലത്തിറങ്ങാതിരിക്കുക. മാക്സിമം നിങ്ങൾ റെറ്റിനോൾ ഐഡിയൽ ടൈം എന്ന് പറയുന്നത് നിങ്ങൾ രാത്രി മാത്രം നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുക. രാത്രി നിങ്ങൾ യൂസ് ചെയ്യുക, മോയ്സ്ചറൈസർ ഇടുക. അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ റെറ്റിനോളോ റെറ്റിനോയിഡ്സോ അല്ലെങ്കിൽ വൈറ്റമിൻ എയോ അടങ്ങിയ ക്രീംസ് ഒരിക്കലും നിങ്ങൾ രാവിലെ ഇട്ടിട്ട് നിങ്ങൾ പുറത്തിറങ്ങരുത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ വെയിൽ കൊള്ളുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റിന്റെ അടിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഒരിക്കലും റെറ്റിനോളോ അല്ലെങ്കിൽ വൈറ്റമിൻ എയോ റെറ്റിനോയിഡ്സോ ഒന്നും അടങ്ങിയ ക്രീംസ് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഈ വൈറ്റമിൻ എ അല്ലെങ്കിൽ റെറ്റിനോയിഡ് അല്ലെങ്കിൽ റെറ്റിനോയിഡ്സിനെല്ലാം ഫോട്ടോ ഓക്സിഡേഷൻ എന്നൊരു പ്രോസസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ടാനിങ്ങും അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന്റെ ടെക്സ്ചറിന് ഒരുപാടധികം ഡാമേജ് ഉണ്ടാക്കാനായിട്ട് കാരണമാകുന്ന ഒരു കാര്യമാണ്. സ്കിൻ ബാരിയറിന് ഒരു ഡിസ്ട്രപ്ഷൻ ഉണ്ടാവാനൊക്കെ വളരെയധികം വലിയൊരു കാരണമാണ് ഈ റെറ്റിനോൾ ഇട്ടിട്ട് നിങ്ങൾ പുറത്തിറങ്ങുന്നത്. അടുത്ത റെറ്റിനോളിന്റെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി റെറ്റിനോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ അല്ലെങ്കിൽ സെല്ലിന്റെ പ്രോളിഫറേഷൻ കൂട്ടുന്നു. ഈ സെല്ലിന്റെ പ്രോളിഫറേഷൻ കൂട്ടുന്നു വെച്ചാൽ എന്താണ്? ഈ സെല്ലിന്റെ പ്രോളിഫറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സെല്ല് ഏജ് ആവുന്ന ആ ഒരു പ്രോസസ്സിന്റെ ഡ്യൂറേഷൻ കൂട്ടും. ഡ്യൂറേഷൻ കൂട്ടുകയും മാത്രമല്ല നമ്മുടെ ഏജ് ആയ സെൽസിനെ റിമൂവ് ചെയ്തിട്ട് അവിടെ നല്ല ന്യൂ ആയിട്ടുള്ള ഹെൽത്തി സെൽസിനെ കൊണ്ട് പ്ലേസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഒരു പ്രോസസ് ആണ് നമ്മുടെ സെൽ പ്രോളിഫറേഷൻ എന്ന് പറയുമ്പോൾ. അപ്പൊ റെറ്റിനോൾസ് ആക്ച്വലി നമ്മുടെ സെൽ പ്രോളിഫറേഷൻ കൂട്ടുകയും ഈ സെൽ പ്രോളിഫറേഷൻ കൂട്ടുന്നത് വഴി നല്ലൊരു ഹെൽത്തി സ്കിന്നും അതുപോലെ നല്ലൊരു ഗ്ലോയിങ് സ്കിന്നും അതുപോലെ തന്നെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഓപ്പൺ പോൾസ് ഒക്കെ മാറിയിട്ട് നല്ലൊരു ടെക്സ്ചറും നല്ലൊരു പ്ലംബി സ്കിന്നും തരാനായിട്ട് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പല ആൾക്കാരും റെറ്റിനോള് ഒരു 1-2 ആഴ്ച ഉപയോഗിച്ചിട്ട് നമ്മളോട് വന്ന് പറയും, ഡോക്ടറെ എനിക്ക് യാതൊരു റിസൾട്ട് നമുക്ക് കിട്ടാനില്ല. ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിനിമം നിങ്ങളുടെ 4 to 6 ആഴ്ച, അതായത് 1 to 1.5 മാസം വരെ നിങ്ങൾ റെറ്റിനോൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു വ്യത്യാസമെങ്കിലും തിരിച്ചറിയാനായിട്ട് പറ്റൂ. നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം, നല്ലൊരു രീതിയിൽ ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം ഒരു 4 to 6 മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ റെറ്റിനോളിൽ പ്രോപ്പർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,